നമസ്കാരം. ഓരോ ജില്ലകളിലെയും സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പാർട്ടികളുടെയും ജില്ലാ സമിതികളും ജില്ലാ കമ്മിറ്റികളുമൊക്കെ സ്ഥാനാർത്ഥികളെ അവരുടെ പ്രാഥമിക ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി അവർ സംസ്ഥാന സമിതിക്ക് അയക്കും. സംസ്ഥാന സമിതി CPMനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സമിതി അംഗീകരിക്കും. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം AICCയിലേക്ക് പോകണം. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഇതിങ്ങനെ പല അവരുടെ കേന്ദ്ര സമിതിയാണ് അത് അംഗീകരിക്കുന്നത്. അങ്ങനെ പല തരത്തിൽ BJP ഒരു 30ഓളം സീറ്റുകളിൽ ആൾറെഡി പ്രഖ്യാപിച്ചില്ലെങ്കിലും അവർ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് നീക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളാതെ മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസും അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കുറേ നീങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് CPMൻ്റെ കൊല്ലം ജില്ലയിലെ പട്ടിക പുറത്തു വരുന്നത്. കൊല്ലം ജില്ലയിൽ മുകേഷിന് ഇപ്രാവശ്യം സീറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു ദുരന്ത നായകനായി അത് അവസാനിക്കുക. 2 പ്രാവശ്യം മത്സരിച്ചു, 2 പ്രാവശ്യം ജയിച്ചു. പക്ഷേ കഥ അന്ത്യം ദുരന്ത നായകനാണ്. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് മുകേഷ് പോയി കഴിഞ്ഞു. ഇനി ചിലപ്പോൾ UDF LDF വീണ്ടും വന്നാൽ ചലച്ചിത്ര അക്കാദമിയുടെയൊക്കെ ചെയർമാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ പൊസിഷൻ കയറ്റി DC എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സർക്കാരിൻ്റെ വണ്ടി കിട്ടുന്ന എന്തെങ്കിലും പരിപാടി കൊടുക്കുമെന്നുള്ളതല്ലാതെ മുകേഷിൻ്റെ കാര്യം ഗോവിന്ദ. ആ ഗ്യാപ്പിൽ വരുന്നത് ജയമോഹൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വളരെ മാന്യനാണ്. കൊല്ലം ജില്ലയിലെ വളരെ പ്രമുഖനായിട്ടുള്ള CPMൻ്റെ നേതാവാണ്. സുദേവൻ എന്തോ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ എന്തോ മറ്റു ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് CPMൻ്റെ കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയാണ്. കശുവണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. എനിക്ക് വ്യക്തിപരമായി കൂടി അറിയാവുന്നൊരു വ്യക്തിയാണ്. നല്ല വികസന കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ബിന്ദു കൃഷ്ണയാണോ സൂരജ് രവിയാണ്? തോപ്പിൽ രവിയുടെ മകൻ, പഴയ വലിയ നേതാവായിരുന്നു തോപ്പിൽ രവിയുടെ മകൻ സൂരജ് രവിയാണോ അതോ ബിന്ദു കൃഷ്ണയാണോ? അതല്ല ഇനി RSP ഏറ്റെടുത്തിട്ട് ആരെങ്കിലും പ്രമുഖരായിട്ടുള്ള സാന്നിധ്യം അവിടെ വരുമോ? വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ കൊല്ലം ജില്ല അങ്ങനെ മുകേഷ് ഔട്ടായി നിൽക്കുമ്പോൾ ഇരവിപുരത്ത് നൗഷാദ് വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇരവിപുരത്തേക്ക് പ്രേമചന്ദ്രൻ NK പ്രേമേന്ദ്രൻ RSPയിൽ NK പ്രേമേന്ദ്രൻ മകൻ കാർത്തിക്കിൻ്റെ പേര് സീരിയസ് ആയി കേൾക്കുന്നുണ്ട്. അവിടുത്തെ യൂത്ത് കോൺഗ്രസിനും ആളുകൾക്ക് അസീസ് AICC പിന്നെ RSPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള AICC അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് ചെറുക്കൻ അത് ആരാ എന്താന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും കാർത്തികിൻ്റെ പേര് വളരെ സജീവമായി ഇരവിപുരത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നൗഷാദും കാർത്തികുമായിരിക്കും പ്രധാനപ്പെട്ട. BJPയുടെ സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള നേരത്തെ ജയിച്ചിട്ടുള്ള എല്ലാവർക്കും സ്ഥാനാർത്ഥിത്വം CPM കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കുന്നില്ല. അവിടെ പകരം മത്സരിക്കുന്നത് ഒരു സജികുമാറാണ് അവിടെ മത്സരിക്കുന്നത്. കുണ്ടറയിൽ മത്സരിക്കുന്നത് SL സജികുമാർ എന്ന് പറയുന്ന ആളാണ് കുണ്ടറയിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ വിജയൻപിള്ളയുടെ മകനായിട്ടുള്ള ഡോക്ടർ സുജിത്ത് വിജയനാണ് ഇവിടെ ചവറയിൽ മത്സരിക്കുന്നത്. ഷിബു ബേബി ജോണിനെതിരെ ചവറയിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിരിക്കുന്നത് ഡോക്ടർ സുജിത്താണ്. വിജയൻപിള്ള നേരത്തെ അവിടെ MLA ആയിരുന്നു. മകൻ ഇപ്പോൾ MLA ആയിട്ടുണ്ട്. 2 പ്രാവശ്യം RSP വളരെ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഇപ്പോൾ ഷിബു ബേബി ജോൺ തിരിച്ചു വരും എന്നുള്ളതാണ് അവിടെ കേൾക്കുന്ന മറ്റൊരു കഥ. അതുപോലെ തന്നെ മേഴ്സിക്കുട്ടി അമ്മയും SL സജിത് കുമാറിൻ്റെ പേര് മേഴ്സിക്കുട്ടി അമ്മയാണ് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് അവിടെ അവർ മത്സരിക്കുന്നില്ല. പക്ഷേ അവിടെ പകരമല്ല ഓപ്പോസിറ്റായിട്ട് വരുന്നത് വിഷ്ണുനാഥ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. വിഷ്ണുനാഥ് അവിടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു MLA ആണ്. അതുകൊണ്ട് വിഷ്ണുനാഥ് തന്നെ കുണ്ടറയിൽ വീണ്ടും മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അങ്ങനെയാണെങ്കിൽ സജികുമാർ വേഴ്സസ് SL സജികുമാർ വേഴ്സസ് വിഷ്ണുനാഥ് എന്നുള്ളതായിരിക്കും കുണ്ടറയിലെ സ്ഥാനാർത്ഥിത്വം. ചിഞ്ചുറാണി വീണ്ടും ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. 3 മന്ത്രിമാർക്ക് സ്ഥാനാർത്ഥിത്വം ഉണ്ടെന്ന് കേൾക്കുകയാണെങ്കിൽ CPM ചിഞ്ചുറാണി വീണ്ടും ചടയമംഗലത്ത് മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നത്. പിന്നെ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ 17 സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 13 പേർ മത്സരിക്കുന്ന അറിയുന്നത്. നിലവിലുള്ള 62 MLAമാരിൽ 50 പേരും മത്സരിക്കാനാണ് സാധ്യത. നല്ലൊരു ശതമാനം ആളുകളും മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ മുകേഷിന് പകരം അവിടെ ജയമോഹനും പിന്നെ അതുപോലെ തന്നെ SL സജികുമാറാണ് കുണ്ടറയിൽ മത്സരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സുദേവ് കൊല്ലത്ത് മത്സരിക്കണം എന്നൊരു വലിയ നിർദ്ദേശം വന്നെങ്കിലും അത് അവസാനം സുദേവാണ് ജയമോഹൻ്റെ പേര് പറയുകയും ജയമോഹൻ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു വരുന്നത്. ഇത് മോർ ഓർ ലെസ് സെയിം ആയിരിക്കാനാണ് കാരണം ജില്ലാ കമ്മിറ്റി അയക്കുന്ന പേരുകൾ
അങ്ങനെ വെട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ കൂടി ആ യോഗത്തിൽ പങ്കെടുക്കും. എം വി ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റിയും കെ എൻ ബാലഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. അത് പറഞ്ഞപ്പോഴാണ് കെ എൻ ബാലഗോപാൽ വീണ്ടും കൊട്ടാരക്കരയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. എതിരാളി എന്ന് പറയുന്നത് നേരത്തെ സി പി എമ്മിൽ ഉണ്ടായിരുന്ന എം എൽ എ ആയിരുന്ന ഐഷ പോറ്റി ആയിരിക്കും കോൺഗ്രസ്സിന്. വേറൊരു നല്ല കൗതുകം, കോൺഗ്രസ്സിലുണ്ടായിരുന്ന രശ്മി എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലിനെ 10,000 വോട്ടിന് ചവിട്ടിപ്പിടിച്ച, നേരത്തെ ഉണ്ടായിരുന്ന 40,000-നെ കൂടി താഴോട്ട് വലിച്ചുകൊണ്ടുവന്ന് 10,000-ലേക്ക് വലിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ രശ്മി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസിൻ്റെ വലിയ നേതാവുമായിരുന്നു രശ്മി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. രശ്മി ആയിരിക്കും അവിടെ കോൺഗ്രസിൻ്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ഒന്ന് രശ്മി ബി ജെ പി, ഐഷ പോറ്റി കോൺഗ്രസ്, ബാലഗോപാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അങ്ങനെ വലിയ മത്സരമായിരിക്കും കൊട്ടാരക്കരയിൽ നടക്കുന്നത്. ഇതിനിടയിൽ നമ്മളൊരു കുഞ്ഞു പയ്യൻ അഖിൽ മാരാർ അവിടെ കറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് 20-20 സീറ്റ് കൊടുക്കും. അതെവിടെയാണ് കൊടുക്കുകയെന്നറിയില്ല. എന്തായാലും കൊട്ടാരക്കര അതിനുള്ള സാധ്യത കുറവാണ്. കൊല്ലം ജില്ലയിൽ തീർച്ചയായിട്ടും ഇനി കുന്നത്തൂർ മത്സരിക്കുമോ എന്നറിയില്ല. കുന്നത്തൂർ മത്സരിക്കാൻ പറ്റില്ല, കോവൂർ കുഞ്ഞുമോൻ കിടപ്പുണ്ട് അവിടെ. അതുകൊണ്ട് ഇനി എവിടെയാണ് കുന്നത്തുനാട് ഉണ്ട്, അത് എറണാകുളത്താണ്, അത് വേറെയാണ്, കിഴക്കമ്പലം പഞ്ചായത്തൊക്കെയുള്ളതാണ്. അവിടെ പോകുമെന്നറിയില്ല. പക്ഷേ അവിടെ സാബു ജേക്കബിനെ മത്സരിപ്പിക്കണം എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആഗ്രഹം. അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാഭൂരിപക്ഷവും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കളാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് പലപ്പോഴും ഭരണത്തെ തീരുമാനിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉള്ള ആകപ്പാട് 14 എണ്ണത്തിൽ 13 കോവള ഒഴിച്ചിട്ടുള്ള 13 സി പി എം ആണ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി പി എം മീൻസ് സി പി എമ്മും സി പി ഐയും കൂടെയാണ്. ഇപ്പം നെടുമങ്ങാട് സി പി ഐ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു മുന്നേറ്റമാണ് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ സി പി എമ്മും ഇടതുപക്ഷവും ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് കാര്യങ്ങൾ മാറുന്നു. അവിടെ ബി ജെ പി കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഭരണത്തിലാണ്. 4-5 മണ്ഡലങ്ങൾ അവരുടെ കയ്യിൽ വരും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് പഴയതുപോലുള്ള ഒരു ബലം സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഇല്ല. കൊല്ലത്തും ഇത് തീർന്നു വരുന്നു എന്നാണ്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വിഷയങ്ങൾ കാണിക്കുന്നത്. അപ്പോഴും ജയമോഹനെ പോലെയുള്ള ജനകീയനായിട്ടുള്ള നേതാക്കൾക്ക് ഒരു സ്പേസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അതിനെ കവറപ്പ് ചെയ്യുന്ന ആൻറ്റി ഇൻകംബൻസ്, ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. ഭരണത്തെക്കുറിച്ചല്ല ജനങ്ങൾക്ക് അഭിപ്രായം. പിണറായി വിരുദ്ധ, മന്ത്രിമാരെയും പിന്നെ പിണറായിയെയാണ്, അവരുടെ നയങ്ങളെയും അല്ലെങ്കിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളെ അല്ല, അതിനോടല്ല എതിർപ്പ്. ഞാനീ പറഞ്ഞ ഒരു നയങ്ങളോടും ഈ പറഞ്ഞ ഒരു നൈതികതയോടൊക്കെ ഉള്ള ഒരു എതിർപ്പ് കൊണ്ട് തീർച്ചയായിട്ടും അത് ഓവർടേക്ക് ചെയ്യാൻ ജയമോഹന് കഴിയുമോ എന്നറിയില്ല. കൊല്ലം ജില്ലയിൽ എന്തായാലും മനോഹരമായ ഒരു മത്സരം നടക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും പാഠമാകട്ടെ. സി പി എമ്മിനകത്ത് മുകേഷിനും അപ്പുറത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനുമൊക്കെ പാഠമാകട്ടെ. എത്ര മനോഹരമായൊരു കലാകാരനായിരുന്നു. കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഒ മാധവൻ്റെയും കലാകാരിയായ അമ്മയുടെയും ഒക്കെ കലാകാരിയായ കുടുംബത്തിൽ ജനിച്ച കലാകാരനായ മുകേഷ്, അറിയപ്പെടുന്ന നാടക നടനും സിനിമാ നടനും സീരിയൽ നടനും കോമഡി സ്റ്റാറും നായകനും ഒക്കെ ആയിരുന്ന മുകേഷ് രാഷ്ട്രീയത്തിലിറങ്ങി ഇപ്പോഴിതാ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന കാഴ്ച കൂടി കൊല്ലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്.